രക്ഷിക്കപ്പെട്ടവർ മിസ്രയീമിൽ നിന്നില്ല, മിസ്രയീം വിട്ടു. ഇപ്പോൾ നീ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയല്ലയോ? അങ്ങനെയുള്ള നീ ആരാധിച്ചാൽ വേണേ കൈ കൊട്ടി തുള്ളുകയും ചാടുകയും ചെയ്യാം, പക്ഷെ അവിടെ നിന്ന് അംഗീകരിക്കുകയില്ല. ഇവിടെ കിടന്ന് മേപ്പൊട്ടിക്കുമ്പോട്ട് ചാടാൻ വേണേ പൊത്തൊന്ന് വീഴും, അങ്ങനെ വീഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. റൈറ്റ് നോ എന്ന് പറയുമ്പോൾ താണ്ടടക്കുന്ന തങ്ക വീഴുന്നതിന് അവൻ വീഴ്ച അവൻ്റെ പാട്ടിന് പോയി കാരക്കരുത്, അങ്ങനെയാണ് തറയെ കിടക്കുന്നത്. തങ്കയ്ക്കും പിള്ളേർക്കും പോയി. ഈ തിരുവനന്തപുരം സൈഡിൽ ഈ വ്യാപാരം ഉണ്ട്. റൈറ്റ് നോ ഏനാടി ചുമ്മാ പെണ്ണുങ്ങളെല്ലാം തള്ളി താഴെ ഇടുന്നതാണ്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, രക്ഷിക്കപ്പെട്ടവര് മിസ്രയീം വിട്ടു, മിസ്രയീം വിടണം. ആ 17-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ മതി. ഇവിടെ സിംഹമാകവും വചന തിട്ടമുള്ളവരും വചനം ധ്യാനിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ എന്നെ കേൾക്കുന്നെന്നറിയാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് വാക്യം വായിച്ചിരിക്കുന്നത് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വേദവിഷയങ്ങൾ അയവറക്കി പഠിക്കുന്നവരുടെ ഇടയിൽ തർക്കം ഉണ്ടാക്കുന്ന ഒരധ്യായമാണ് 11. വെളിപ്പാട് 11. ഒരു വിഷയമില്ലെങ്കിലും തർക്കം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും വേണ്ട, ഇപ്പം പിന്നെ ഇത് തർക്കമുള്ളൊരു വിഷയമാണ്. വെളിപ്പാട് 11-ാം അധ്യായത്തിലെ വിഷയം എന്തുവാ? അതിലെ വിഷയം, പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഒരു വിഷയമില്ലേ? ജോഡി വായിച്ച ആളിനോട് ചോദിക്കട്ടെ. ഉറക്കെ പറഞ്ഞു, അവർ കേൾക്കുന്നില്ല, പറഞ്ഞോ. അപ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലെ വിഷയം 2 സാക്ഷികൾ എന്നുള്ളതാണ്. 2 സാക്ഷികൾ. നമുക്കറിയാം വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, അങ്ങനെ മൊത്തം 66 പുസ്തകം. ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. മിഷണറിമാരെന്ത് കഷ്ടപ്പെട്ട ഇത് നമ്മുടെ കയ്യിലൊന്ന്. അത് CMSലെ മിഷണറിമാരാണ്. അവർ അങ്ങേയറ്റം അഭിനന്ദിക്കണം. അവരെല്ലാം മൺമറഞ്ഞു പോയി, ഒത്തിരി അധ്വാനിച്ചു. CMS ഇപ്പോൾ അവനത് CSI ആയത്. CMS, ഞാൻ CMS എന്നേ പറയുന്നുള്ളൂ, അതാ CMS. എന്ത് കഷ്ടപ്പെട്ട് ഈ നാട്ടിൽ വന്ന് മലയാള ഭാഷ, ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ മലയാള ഭാഷ പഠിച്ച് അച്ചുകൂടെ ഉണ്ടാക്കി അതെല്ലാം വളച്ചുവെടുത്തും പരുവത്തിനാക്കി. സ്തോത്രം. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തരാനാണ്. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് വിവരം ഉണ്ടാകാൻ. അതിനാന്ന് ചോദിച്ചാൽ നമുക്കാർക്കും നേരത്തെ വലിയ വിവരമില്ല. ഇപ്പോഴും നമുക്കങ്ങനെ വലിയ വിവരമൊന്നും ഇല്ല. പാടാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാടും, ചുരുക്കമായിട്ട് പറയാൻ പറഞ്ഞാൽ നീട്ടി പറയും. വിവരമില്ലെന്നുള്ളതിന് തെളിവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിവരമില്ല. ഈ ശവസംസ്കാരം നടക്കുന്നിടത്ത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എടുക്കും. വിവരമില്ലെന്നുള്ള തെളിവാണ്. സ്തോത്രം. ഇന്ന വിഷയത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കാടടച്ചൊരു വെടി വെക്കും. ഇതിലും വിവരമില്ല. ഇപ്പം തന്നെ ഇത് കിട്ടിയിട്ട് തന്നെ വലിയ വിവരം ഇല്ല. അപ്പം ഇത് കിട്ടാതിരുന്നെങ്കിലോ? നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുമെന്നും വേണ്ട, വിവരമില്ലായിരുന്നു. ഒരു കാലത്ത് ആർക്കും വേണ്ടാന്ന് കിടന്നവരാ ഞാനും നിങ്ങളും. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർ. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് അന്തസ്സായിട്ട് തുണി കൊടുക്കാനും വഴി കൊണ്ട് നടക്കാനും 2 ഇംഗ്ലീഷ് അക്ഷരമൊക്കെ പറയാൻ അല്ലേ? പെന്തിക്കോസി വന്നത് കൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ പോലത്തെ അമ്മയായിരുന്നു ഗ്ലോറി. ഉണ്ടോ? അത് ഈ മാർഗത്തിൽ വന്നോണ്ടാ. അവിടെ നിൽക്കുകയായിരുന്നൊന്നും അവിടെ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മലയാള ഭാഷ തന്നെ നാക്കി കിട്ടുന്നില്ല എനിക്ക്. പിന്നെ അപ്പം സ്കൂളിൽ പോകാത്തതിന് പ്രൈസ് ദ ലോർഡ് ഉണ്ടോ? അല്ല, ഈ മാർഗത്തിൽ വന്നത് കൊണ്ടാണ്. സ്തോത്രം. 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ഉപദേശി ടൈയൊക്കെ കെട്ടി ആ ഫോട്ടോയൊക്കെ കണ്ട ഞാൻ കുറ്റം പറഞ്ഞതല്ല, അല്ല ഈ മാർഗത്തിൽ വന്നതുകൊണ്ട്. അതെ, സ്തോത്രം.
നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തനം ഞാൻ. വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തനം ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാർഗത്ത് വന്നതാണ് നമ്മുടെ ഭാഗ്യം. ഞാൻ അങ്ങനെ പ്രസംഗിച്ചാൽ ആ നിലയിൽ പോകും, എടുത്ത വാക്യത്തോടൊന്നും കൂറ് പുലർത്താൻ പറ്റാതെ വരും. ദൈവം അനുവദിച്ചാൽ നാളെയും രാത്രി നമുക്കൊന്നിച്ച് കർത്താവ് കരുണ ചെയ്താൽ സമ്മേളിക്കാം. ഈ പുസ്തകം ലഭിച്ചത് വലിയ ഭാഗ്യമാണ്. ഇതെടുത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാ മാന്യതയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതല്ല ഈ പുസ്തകം എടുത്തത് കൊണ്ട്. സ്തോത്രം. ഇതുപോലെ ഒരു പുസ്തകം വേറെ ഇല്ലെന്നുള്ളതാ വേറൊരു സത്യം. പുസ്തകങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ ഇതുപോലൊരു പുസ്തകം ഇല്ല, ഇനി ഉണ്ടാകത്തുമില്ല. പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടൊരാളുടെ പുസ്തകമായിട്ട് പോയത് നമ്മൾ പഠിച്ച സ്കൂളിൽ പഠിച്ചതാ ഇല്ലേ? ഓ, പുസ്തകം എവിടെ വെച്ചുകൊണ്ട് പോയെന്നാ യോടി. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, രണ്ടും കൂടി. ഏരിയയിലെങ്ങും പള്ളിക്കൂടം ഇല്ലേ? നമ്മൾ പണ്ട് പഠിച്ചതാ. ആരാണ്ട് അവിടെ പാടി. സ്കൂളിൽ പഠിച്ചതാ. രാമപുരത്ത് വാര്യര് വഞ്ചിപ്പാട്ടെഴുതി, കുചേലവൃത്തം. കൃഷ്ണനും കുചേലനും സതീർത്ഥ്യരാ. അപ്പോൾ കാണാൻ അങ്ങോട്ട് പോവുക. കൂട്ടുകാരൻ പരുവക്കേടായി, മറ്റേ കൂട്ടുകാരൻ മെച്ചത്തിലിരിക്കുക. അപ്പോൾ കൂട്ടുകാരനെ കാണാൻ പോയി. വെറുതെ പോയില്ല, ചില സാധനമായിട്ടാണ് പോയത്. ആ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ പേരുണ്ട്. അപ്പോൾ പോയതിനെ പറ്റി വാര്യര് കവിതാ ഭാഷയിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ പഠിച്ചതല്ലയോ? അയ്യോ, അന്ന് ക്ലാസ്സിൽ പോയില്ലെന്നാ തോന്നുന്നത്. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും, രണ്ടും കൂടി കക്ഷത്തിങ്കൽ കൊണ്ട്, രണ്ടും കൂടി കക്ഷത്തിങ്കൽ. അപ്പം ആ പുസ്തകം എവിടെ വെച്ചെന്ന് മനസ്സിലായല്ലോ. ഈ പുസ്തകം അങ്ങനെ കൊണ്ട് നടക്കരുത്, മാറോട് ചേർത്ത് പിടിച്ചോ. ചില ഉപദേശിമാര് കുചേലം പോയതുപോലെ ഈ പുസ്തകമായിട്ട് പോകാറുണ്ടെന്ന് മാത്രമല്ല, ബാക്കി ഞാൻ പറയുന്നില്ല, ഒന്നും പാടില്ല. മനസ്സിലായി? അത്ര നിങ്ങളങ്ങ് പൂരിപ്പിച്ചോണ്ടാ മതി. ഇതുപോലൊരു പുസ്തകം, തേനിലും തേനും കെട്ടയിലും മധുരമുള്ള തിരുവചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം, ഉലയിലിരുക്കി ശുദ്ധി ചെയ്ത തിരുവചനം, അതിവേഗത്തിൽ ഓടുന്ന തിരുവചനം, സൗഖ്യമുണ്ടാക്കുന്ന തിരുവചനം, നമ്മെ ശുദ്ധീകരിക്കുന്ന തിരുവചനം, ഇരുവായ്ത്തലകളുടെ ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം. ഹല്ലേലൂയ. കാലിന് ദീപമായ തിരുവചനം, പാതയ്ക്ക് പ്രകാശമായ തിരുവചനം, അണ്ണാക്കിന് മധുരമായ തിരുവചനം, ഇളമ്പുല്ലി പെയ്യുന്ന മഞ്ഞ് പോലെ അവൻ വരുന്ന തിരുവചനം, അവൻ മാരി പോലെ അവൻ വാരി വിതറുന്ന തിരുവചനം, നിന്നെ ശുദ്ധീകരിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, വിടുവിക്കുന്ന വചനം. ഈ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുക.
ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് ഇവരുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി പാട്ട് ഇന്ന് പാടും, അതിന് യാതൊരു തർക്കവും ഇല്ല. സ്തോത്രം. നമ്മുടെ രീതി അതാ, അത് അറിയാമല്ലോ. സ്തോത്രം. നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. മഹിമയഴും പരമേശ ഭാഗ്യമാം യേശു മഹേശ, മഹിമയഴും പരമേശ ഭാഗ്യമാം യേശു മഹേശ. നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. മഹിമയഴും പരമേശ ഭാഗ്യമാം യേശു മഹേശ, മഹിമയഴും പരമേശ ഭാഗ്യമാം യേശു മഹേശ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ ഈ തിരുവചനം ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങളോട് പറയാം, എന്നും വേദപുസ്തകം വായിച്ചോണം. അല്ലാതെ ഞായറാഴ്ച സാക്ഷിക്ക് പറയുമ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണെന്നും പറഞ്ഞ് നിന്ന് കറങ്ങി മെനകേടൊപ്പിച്ചേക്കരുത്. നല്ലവനും വല്ലവനും വിശ്വസ്തനും ഹല്ലേലൂയ ആയാലും കോവിഡ് ആയതുകൊണ്ടെല്ലാം പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുക, അല്ല ഇങ്ങനെ നിന്ന് കറങ്ങുന്ന കാണാം. എന്നും വചനം വായിച്ചോണം. കുറഞ്ഞ പക്ഷം ഒരു ദിവസം ഒരു വാക്യമെങ്കിലും മനഃപ്പാഠമാക്കിക്കോണം. ഇത് അണ്ണാക്കിന് മധുരമാണ്. സ്തോത്രം. ഞാൻ ഉപദേശിമാരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എല്ലാം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാ, വെറുതെ ഇരുന്ന് മൊബൈലിൽ ആദ്യം തോണ്ടിയിരിക്കരുത്. വിശേഷിച്ച് 45 സങ്കീർത്തനം മനഃപ്പാഠമാക്കിക്കോണം. കാരണം എവിടെയെങ്കിലും വിവാഹ ശുശ്രൂഷ ചെല്ലുമ്പം വായിക്കാൻ പറയുമ്പോൾ അവിടെ കിടന്ന് തപ്പുകയും തടവുകയൊന്നും ചെയ്യരുത്. അത് നല്ല തിട്ടമായിരിക്കണം. എത്രയോ ആൾക്കാർ ആ സമയത്ത് കിടന്നങ്ങ് കുഴയുന്ന കണ്ടിട്ടുണ്ട്. ആ ഭാഗം ഉണ്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ അങ്ങ് വായിക്കണം. 90 സങ്കീർത്തനം മരണ വീടുകളിൽ ചെല്ലുമ്പം അവിടെ കിടന്ന് കുഴയരുത്. എന്തും വേണ്ട സമയമാണ് നമുക്കുള്ളത്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ട്. ഇപ്പോൾ 90 സങ്കീർത്തനം, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 23 മുതൽ 32 വരെ ഇതെല്ലാം തിട്ടമാക്കി വെച്ചോണം. ഇരിക്കല്ലയോ വേറെ ദിവസം അങ്ങ് വായിക്കണം. അവിടെ അവസരം കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് അങ്ങനെ കുഴയിക്കുക. ഇന്നാളെ ഒരാളോട് പറഞ്ഞ് നീ അവിടെ പോയിരിക്കും മൈക്കിഞ്ഞ് തരാം. ഞാൻ മൈക്കിഞ്ഞ് മേടിച്ച്. എന്നാൽ മാറി നിൽക്കത്തുമില്ല, ഇടിച്ചിടിച്ച് നിൽക്കുക. എന്നാൽ ശരിക്കും വായിക്കും, അതുമില്ല. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത് പറയുന്നത് മോശമാണ്, എന്നാലും സന്ദർഭം വന്നുകൊണ്ട് പറയാതിരിക്കാനൊക്കത്തില്ല. പട്ടി തിന്നുകയില്ല. ഇവിടെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇത് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് പാടില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. വെറുതെ സമയം കളയരുത്, വേദപുസ്തകം വായിച്ചോണം. ഇത് അണ്ണാക്കിന് മധുരമാണ്.
പഠിക്കാവുന്നിടത്തോളം പഠിച്ചോണം, ധ്യാനിക്കാവുന്നിടത്തോളം ധ്യാനിച്ചോണം. ഇതുപോലെ ശ്രേഷ്ഠതയുള്ളൊരു പുസ്തകം വേറെ ഇല്ല. സ്തോത്രം. അപ്പോൾ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൽ 22 അധ്യായം, നമ്മൾ 11 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൻ്റെ ആദ്യത്തെ പദമാണ് എടുത്തിരിക്കുന്നത്. 11 അധ്യായം വിവാദ അധ്യായമാണ്. 11 അധ്യായത്തിൽ വിഷയം 2 സാക്ഷികൾ എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 1 അധ്യായം നമുക്കറിയാം, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2, 3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്. 4 അധ്യായം സഭ സ്വർഗത്തിൽ. 5 അധ്യായം വീണ്ടെടുപ്പിൻ്റെ ഗാനം ഭൂമിയുടെ. 6 അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. 7 അധ്യായത്തിൽ 144,000 പേർക്ക് മുദ്രയിടുന്നതായിട്ട് കാണുന്നു. 8 അധ്യായത്തിൽ കാഹളം മുടക്കുന്നതായിട്ട് കാണുന്നു. 7ാമത്തെ മുദ്ര പൊട്ടിക്കുകയും കാഹള ഊതുവാനായിട്ട് പേര് ദൂതന്മാർ അവിടെ സന്നദ്ധരായിട്ട് നിൽക്കുന്നു. 9 അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടുന്നു. 10 അധ്യായത്തിൽ ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11 അധ്യായം 2 സാക്ഷികൾ. അപ്പോൾ ഈ 11 അധ്യായം വിവാദ അധ്യായമാണ്. ഈ 2 സാക്ഷികൾ ആരാണെന്ന് തർക്കമാണ്. ചിലർ പറയുന്നത് മോശെ, ഏലിയാവും. അതൊരു പഠിപ്പീരാ. വേറൊരു ഗ്രൂപ്പുകാർ പറയുന്നത് ഹാനോക്കും ഏലിയാവും. അങ്ങനെ തർക്കമാണ്. ഹാനോക്ക് വാദികളുണ്ട്, സ്തോത്രം, ഏലിയാവിനെ ആണ് ബാധിക്കുന്നവരുമുണ്ട്. എന്നാൽ നിങ്ങൾ നന്നായിട്ട് ആ പുസ്തകം പഠിച്ചാൽ അവിടെ ഹാനോക്കിൻ്റെ പേരുമില്ല, ഏലിയാവിൻ്റെ പേരുമില്ല, മോശയുടെ പേരും ആ അധ്യായത്തിലെങ്ങും കൊടുത്തിട്ടില്ല. ഉണ്ടോ? യോടി ഉണ്ടെങ്കിൽ ഒരാൾ തെളിവുതാ, ആയാലും വെറുതെ ഇരിക്കുക. ഇവരുടെ ആരുടെയും പേര് അവിടെ പരാമർശിച്ചിട്ടില്ല. മോശ എന്നൊരു പദം അവിടെ ഇല്ല, ഏലിയാവ് എന്നൊരു പദം അവിടെ ഇല്ല, ഹാനോക്കെന്നും ഇല്ല, അവിടെ ഇല്ല. 2 സാക്ഷികൾ എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. 2 സാക്ഷികൾ. ഈ ഇല്ലാത്തത് കയറി പറഞ്ഞ് ഉടക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അലോഗ്യം ഉണ്ടാക്കുന്നതിൽ നല്ലത് ആ ഉള്ള കാര്യം ആദ്യം വായിച്ചു ഗുണമാകുക. സ്തോത്രം. നമ്മുടെ വിഷയം അതല്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലോട്ടൊരു കാര്യത്തിലോട്ട് പോയാൽ ഈ 2 കക്ഷികൾ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ഹാനോക്കുവാദികൾ ഇതിനകത്ത് കാണും, ഏലിയാവ് വാദികളും കാണും. ഞാനാന്ന് ഇത് 2 വാദത്തിൽ ഉള്ള ആളല്ല. അപ്പോൾ പിന്നെ ഇവിടെ അലോഗ്യം നടക്കും. കാരണം ഈ ആത്മീയരല്ലാത്ത കൊണ്ട് പിന്നെ തർക്കം തുടങ്ങി. ഇത് ശാന്തമായിട്ട് തുടങ്ങി. ആത്മീയരല്ലാത്തതുകൊണ്ട് പിന്നെ അനാവശ്യം പറഞ്ഞ് ഇത് യോഗം നിർത്തുള്ളൂ. എനിക്ക് തന്നെ അറിയാം, തന്നെ പഴയ ചരിത്രമൊക്കെ എനിക്ക് അറിയാം. എന്നെക്കൊണ്ട് പഴയതൊന്നും വിളമ്പിക്കരുത്. നമ്മൾ ഏലിയാവിൽ തുടങ്ങിയതാണ്, പക്ഷെ വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു അലോഗ്യം വേണ്ട. 2 സാക്ഷികൾ അങ്ങനെ അവിടെ എഴുതിയേക്കും. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ട് ഇനി അതും ചിന്തിച്ചുകൊണ്ടിരിക്കരുതേ, അതങ്ങ് വിട്ടേര്. ആ ഭാഗം വിട്. 2 സാക്ഷികൾ, അത് ആരേലും വായിക്കോട്ടെ, അങ്ങ് വിട്ടേര്. ഇനി അതും പറഞ്ഞാലും യോഗം കഴിഞ്ഞ് പുള്ളി അത് തെളിയിച്ചാൽ ഞാൻ വിടുന്നുള്ളൂ. എൻ്റെ അടുക്ക തെളിവിനൊന്നും വന്നേക്കരുത്. യോഗം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പൊക്കോണം. അതും ഇതും പറഞ്ഞുകൊണ്ട് അന്തും എന്തും പറഞ്ഞു വരരുത്. 2 സാക്ഷികൾ അത്ര ഇപ്പം അറിഞ്ഞാൽ മതി. എന്തായാലും ഇവരുടെ സാക്ഷികൾ വന്ന് സാക്ഷിക്കുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ 15-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ 14-ാമത്തെ വാക്യം വായിച്ചേ. 14-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ 14-ാം വാക്യം 2ാമത്തെ കഷ്ടം കഴിഞ്ഞു. അതാ, അത് തന്നെ വായിച്ചോ. 3ാമത്തെ കഷ്ടം വേഗം വരുന്നു. അപ്പൊ എത്ര കഷ്ടമുണ്ട്? 3. 2ാമത്തെ കഷ്ടം ഒന്നുകൂടെ വായിച്ചേ. 2ാമത്തെ കഷ്ടം കഴിഞ്ഞു. 2ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3ാമത്തെ കഷ്ടം വേഗം 3ാമത്തെ കഷ്ടം വേഗം വരുന്നു. അപ്പൊ എത്ര കഷ്ടമാ? 3 കഷ്ടം. 3 അങ്ങനെ ആ പുസ്തകത്തിൽ കഷ്ടം 3 കഷ്ടം എഴുതിയിട്ടുണ്ട്. വായിച്ച 8:13. അനന്തരം ഒരു ദൂതൻ കഴുകനെയും ദൂതനെയും കണ്ടാൽ 8:13. 9 നേരെ മേളിൽ ഒരു ചെറിയ കണ്ടിക. അത് ദൂതനെന്നാന്നോ? ആന്നോ? അതാരുടെ പുസ്തകമാണ്? ബൈബിൾ സൊസൈറ്റിയുടെ ആണോ അതോ വല്ല കുട്ടപ്പനോ ശങ്കരനോ എഴുതിയതാണോ? അത് വായിക്കണ്ട എൻ്റെ പൊന്നച്ച. ആ അമ്മാമ്മയുടെ ഇരിക്കുന്ന ബൈബിൾ ഏതാ? അമ്മാമ്മ ഏതെങ്കിലും വെറുതെ ഇരിക്കുക, എന്നാ ബൈബിൾ അങ്ങോട്ട് കൊടുത്തേര്. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള
3 ദൂതന്മാരുടെ കാഹളനാദം അനന്തരം ഒരു കഴുക്. ആ ആ ഇനി കാഹള ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം. അപ്പം മതി മതി 3 കഷ്ടം. ഇനി ബൈബിൾ അങ്ങോട്ട് കൊടുത്തു. അമ്മാമ്മ അടുത്ത് ഇനി ദൈവം എൻ്റെ ബൈബിളും കിട്ടുകയല്ലേ എന്ന് മനസമാധാനത്തോടെ യോഗത്തിനിരിക്കണം. അതിനാ. അപ്പൊ ശ്രദ്ധിക്കുക, 3 കഷ്ടമാണ്. അതിൽ 14-ാമത്തെ വാക്യം 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പ്രീമിയർ ആപിന്നെയും വായിക്കുന്നല്ലേ. പരുവക്കാടുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം. വായിച്ചു. വായിച്ചു 11-ന്റെ-14. രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു. കഴിഞ്ഞു. മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. അതാ 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 1-ാമത്തെ കഷ്ടം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യത്തിലാണ് 1-ാമത്തെ കഷ്ടം. 5-ാമത്തെ ദൂതൻ ഊതി. 2-ാമത്തെ കഷ്ടം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 11-ാം അധ്യായത്തിന്റെ 14 വരെയാണ് 2-ാമത്തെ കഷ്ടം. ഇനി 3-ാമത്തെ കഷ്ടം വരുന്നെന്നാണല്ലോ 14-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ഒന്നുകൂടെ വായിര്. 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു. മൂന്നാമത്തെ കഷ്ടം അതാണ് 15-ാം വാക്യം മുതൽ താഴോട്ട് കൊടുത്തിരിക്കുക. നമ്മൾ ഈ ഭാഗമൊന്നും അല്ല ഇന്നത്തെ വിഷയം. ഞാനതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ ഒരു ഓർഡർ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇവിടെ വായിക്കുന്നത് സ്വർഗത്തിലെ മൂപ്പന്മാരല്ല, ആ സിംഹാസനത്തിലിരിക്കുന്ന മൂപ്പന്മാരെല്ലാം കവിണ്ണ് വീണ് സർവജ്ഞനായ ദൈവത്തെ നമസ്കരിക്കുക. ഇനി 15 മുതലുള്ള വാക്യം വായിച്ചു. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. അപ്പൊ എന്നേക്കും വാഴുവാനിരിക്കുന്ന ക്രിസ്തു. അന്ന് കർത്താവിന്റെ ആ വാഴ്ചയുടെ കാലത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാടും വിശുദ്ധിയും കാത്തു ജീവിച്ച് കർത്താവിൻ്റെ വരവിനായി നോക്കിപ്പാർത്ത വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരപ്പെട്ട് 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ഇഴക്കപ്പെട്ട് സ്വർഗത്തിൽ ചെന്ന് ആ ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം വാങ്ങി കല്യാണ വസ്ത്രമൊക്കെ ലഭിച്ച് കുഞ്ഞാടിൻ്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ഭൂമിയിൽ വാഴും. ആ വാഴ്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമാണ് 1000 വർഷം. ഇവിടെ 1000 കൊല്ലം ഭരിക്കും നമ്മൾ യേശുവിനോട് കൂടെ. വലിയ വിശ്വാസമൊന്നുമില്ല, നടക്കുകയല്ലെന്നായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇല്ല, താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. 1000 കൊല്ലം. സ്തോത്രം. അപ്പൊ 1000 കൊല്ലം ഒരു ഭരണം വിശുദ്ധന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ 5 വർഷത്തെ ഭരണത്തിന് രക്ഷിക്കപ്പെട്ടവര് വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് വെച്ച 5 വലിയ താല്പര്യം നമുക്കില്ലാത്തതിൻ്റെ ഒരു വിഷയം, നമുക്ക് 1000 കൊല്ലം ആ ഭരണം വെച്ചിരിക്കുന്നു. സ്തോത്രം. ആരോട് പറയാൻ? സ്തോത്രം. 1000 കൊല്ലം ഭരിക്കും. വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. മുഖത്ത് ഒരു തെളിച്ചമൊന്നുമില്ല. 5 കൊല്ലം ഭരിക്കുന്നവർക്ക് വേണ്ടി ഉപദേശിമാര് വരെ വോട്ട് പിടിച്ച് നടക്കുന്നേ. മിണ്ടുകയല്ല. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, ഈ ലോകത്തിന് നിയമങ്ങളുണ്ട്. നമ്മൾ പാർക്കുന്ന ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിലൊക്കെ നിയമങ്ങളുണ്ട്. നിയമത്തിന് നാം വിധേയപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് ഇഷ്ടപ്പെട്ട പാർട്ടിക്കോ ചിഹ്നത്തിനോ വോട്ട് ചെയ്തേക്കണം. അതതിൻ്റെ നിയമവശമാണ്. പക്ഷെ ഉപദേശിമാര് അതിനുവേണ്ടി വോട്ട് പിടിച്ച് നടക്കുകയും അവരെ വിളിച്ചേച്ച് പ്രത്യേക യോഗം ഇതിനകത്ത് വെക്കുകയും വിശ്വാസിയോട് അത് പറയുകയും ചെയ്യാൻ വേറെ പുസ്തകത്തിന് പ്രമാണമില്ല.
അങ്ങനെ പറയുന്ന ഉപദേശി അന്നെ ആടി മേടിച്ച് ഇനി എന്നെ അടി കൊള്ളാൻ അടി കൊണ്ട് പരുവക്കേടായി കിടക്കുക. ഇനിയിപ്പം സ്തോത്രം. പിന്നെയും അരുതാഴിയ പോലെ തോന്നുന്നു. സ്തോത്രം. ഭൂമിയിൽ നീ അനന്തം വാഴുമേ, ഭൂമിയിൽ നീ അനന്തം വാഴുമേ. അന്നു ജാതികൾ കൊണ്ടിരുന്ന ഡംബമെല്ലാം താഴുമേ. ഭൂമിയിൽ നീ അനന്തം വാഴുമേ. അന്നു ജാതികൾ കൊണ്ടിരുന്ന ഡംബമെല്ലാം താഴുമേ. ഭൂമിയിൽ നീ അനന്തം വാഴുമേ. തോയ പ്രതിഷ്ഠ ചെയ്ത നാഥനെ, തോയ പ്രതിഷ്ഠ ചെയ്ത നാഥനെ. യോർദാൻ തോയത്തിൽ മജ്ജനം ചെയ്ത ദൈവദാസനെ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. ജ്ഞാനികൾക്കുള്ളിരിക്കും വേദാന്തനെ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. ആയിരം വത്സരങ്ങൾ ശത്രുവേ, ആയിരം വത്സരങ്ങൾ ശത്രുവേ. പിടി ചാഴമതിലടച്ചു, ആഴം അതിലടച്ചു മുദ്ര വയ്ക്കും ക്രിസ്തുവേ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. ജ്ഞാനികൾക്കുള്ളിരിക്കും വേദാന്തനെ. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. അപ്പൊ ശ്രദ്ധിക്കുക, 1000 വർഷം ഇവിടെ ഭരിക്കും. നമ്മുടെ കർത്താവായിരിക്കും രാജാതി രാജാവ്. ഓരോ നമ്മൾ പ്രവർത്തിച്ചതിനനുസരിച്ചാണ് ഏരിയ തരുന്നതേ. ഈ ഏരിയയിൽ പ്രവർത്തിച്ചവരെ ഇവിടെ തന്നെ ആക്കും. സ്തോത്രം. ഒരു വിശ്വാസവും ഇല്ല, പ്രത്യാശയില്ല, ചുമ്മാ. എന്നാൽ ഇനി ആ ഭാഗവും പറയുന്നില്ല, കാരണം ആ ഭാഗമൊന്നും വിശ്വാസമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. വെറുതെ ഞാനെന്തിനാ കണ്ടക്ഷോഭം ചെയ്യും. അതുകൊണ്ട് ഇനി അതൊന്നും പറയുന്നില്ല. വേറൊരു കാര്യം പറഞ്ഞാൽ ചങ്ങ് നിർത്താം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഈ ആയുസ്സിൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതും സ്നേഹിക്കുന്നതുമാണ്. അതാ ഏറ്റവും വലിയ ഭാഗ്യം. അതെ,
കാരണം ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയാതെ ജീവിച്ചവരാ. ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ. ആ കാലത്തെ പറ്റി ഒന്നും ഞാൻ അധികം വിവരിക്കുന്നില്ല. കാരണം വിവരിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നാളെ യോഗത്തിനും വരികയില്ല, ഇന്ന് തന്നെ നിങ്ങൾ ഉടക്കുണ്ടാക്കി പോവുകയും ചെയ്യും. അതുകൊണ്ട് കാരണം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിവരിക്കുന്നത്, പക്ഷേ അതെല്ലാവർക്കും ഉൾക്കൊള്ളുകയില്ല. ഇപ്പം തന്നെ മുഖമെല്ലാം വല്ലാതായി. വല്ല അതിന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരും ഇല്ല, അതില്ല. അപ്പം അതുകൊണ്ട് ഭാഗം അധികം എടുക്കുന്നില്ല. ഒരു കാലത്ത് എനിക്കും നിങ്ങൾക്കും സത്യദൈവം ഏതാണെന്ന്, നിത്യജീവൻ എന്തുവാന്ന് അറിയത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? 1-2 വാക്യം ഒന്ന് വായിച്ചോ, എല്ലാ ഭാഗവും എടുപ്പിക്കുന്നില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വേദശകലങ്ങളൊന്ന് വായിച്ചാട്ടെ സഹോദരി. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞ് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കും. നിങ്ങൾ ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് ഇതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെടുന്നെന്നാ. അപ്പൊ ഈ സത്യദൈവത്തെ അറിയുന്നതിന് മുമ്പ് നാം എങ്ങനെ ആയിരുന്നൊരു ചെറിയ ചിത്രമാണ്. വേറെ വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്, ചെറിയ ചിത്രം. എന്നാൽ അന്ന് എന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുൻപ്, അതാ അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ കാര്യമല്ല, അപ്പുറം ഇരിക്കുന്നവൻ്റെ കാര്യമാണ്. എടാ നിന്റെ കാര്യമായി പറയുന്നേ. നീ ഉടനെ അപ്പുറം ഇരിക്കുന്നു നോക്കുന്നു. സഹോദരി നിന്റെ കാര്യമാണ്, സഹോദര നിന്റെ കാര്യമാണ്. പ്രസംഗിക്കുന്ന ഞങ്ങളുടെ കാര്യം തന്നെ. നമ്മുടെ ഒരു ബലഹീനത എന്ന് പറയത്തില്ല, ഒരു 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 ഒക്കിരിതാഴിയാണ്. നമ്മളെല്ലാം അടുത്തിരിക്കുന്ന പുള്ളിക്കാണ് കൊടുക്കുന്നത്. നമുക്കിതുമായിട്ട് യാതൊരു അങ്ങനല്ല, നമ്മുടെ കാര്യമായി പറഞ്ഞേക്കുന്നത്. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു അന്ന്. അതറിയാതിരുന്നത് കൊണ്ട് നമ്മൾ എവിടെല്ലാം പോയി അല്ലേ? എവിടെല്ലാം നമ്മൾ പോയി. കിഴക്കോട്ട് പോയി, പടിഞ്ഞാട്ട് പോയി, വടക്കോട്ട് പോയി, തെക്കോട്ട് പോയി, ഉരുണ്ടു, മുട്ടയിലഴഞ്ഞു, ഏണ്ടെല്ലാം കെട്ടിയും പെറുക്കിയും കൊണ്ട് നടന്ന് കൊടുത്ത് അല്ലേ? തമിഴ്നാട്ടിൽ വരെ പോയി അല്ലേ? എവിടല്ല വെളുപ്പിനെ പോയി, രാത്രി പോയി, വെള്ളിയാഴ്ച നാളിൽ പോയി. ചൊവ്വാഴ്ച മാത്രമേ പുള്ളി ദർശനം തരുവുള്ളൂ. പുള്ളിയെ ചൊവ്വാഴ്ച മാത്രം കാണാൻ കൊള്ളാവുന്ന ആളാണ്. അത് രാവിലെ ചെന്നില്ലേ? പുള്ളി മകരമാസത്തിലേ വെളിപ്പെടുള്ളൂ കേട്ടോ. മകരം. ഞാനെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടല്ലോ, എന്നെ കൊണ്ട് എന്തിനാ മൊത്തം പറയിപ്പിക്കുന്നേ? സ്തോത്രം. പെട്ടസംഖ്യ അവിടെ ചെല്ലരുത്, ഒറ്റ സംഖ്യ. ഇന്ന വസ്ത്രം ധരിച്ചേ അവിടെ ചെല്ലാവൂ. ഇന്ന രീതിയിലൊക്കെ ചെല്ലണം. ചെല്ലുമ്പോൾ ഇന്ന സാധനം കയ്യിൽ വേണം. അത് തെറ്റിയാൽ പരുവക്കേടാ. എന്തെല്ലാം അബദ്ധങ്ങൾ. ഇതെല്ലാം ചെയ്തിട്ടോ യെരമ്യാവ് പറയാ ഒരു ഗുണവും വന്നില്ലെന്ന്. ഒരു ഗുണവും വന്നില്ല. പ്രവാചകൻ വേറൊരു ഭാഗത്ത് പറയാ സകല മോഹവും വിളറിയിരിക്കുന്നെന്ന്. ഇപ്പൊ പിന്നെ മാസ്ക് വെക്കുന്നതുകൊണ്ട് അറിയത്തില്ല വിളറിയാന്നോ ഇടറിയാന്നോ ഇരിക്കുന്നെന്ന്. സ്തോത്രം. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ. നിർത്തിക്കേ. നിങ്ങൾക്കാർക്ക് ഈ പാട്ടറിയാൻ മേലേ? നിങ്ങൾക്കാർക്കും അറിയത്തില്ലേ? കേട്ടിട്ടില്ലേ? അല്ല, നിങ്ങൾക്ക് ഈ പാട്ടറിയാമോ? ഇല്ല. അയ്യോ. പിന്നെ പാടാഞ്ഞ്
എനിക്കറിയാവോ എന്ന് പരീക്ഷിക്കാമെന്നോ? അതോ ഞങ്ങൾ അങ്ങനെ പാടിയിട്ടൊരു അന്തരീക്ഷം ഇന്ന് ഉണ്ടാക്കണ്ട? അല്ല, അങ്ങനെ ഈ കുശുമ്പുള്ള ഒത്തിരി എണ്ണമുണ്ട്. പിന്നെ ഞാൻ ആരെയും ഹട്ട് ചെയ്ത് പറഞ്ഞതല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്നായി പാടുന്നത്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ ഓ തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ തന്നു നിൻ കൃപദാനമെന്നും. ഓ നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ നിന്നാത്മാ. അതെ, പാടാൻ നേരമില്ല. നിങ്ങൾ എൻ്റെ കൂടെ പാടിയതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. നല്ല കാര്യം, നല്ലതാന്ന് പറയണ്ടേ. പിന്നെ മുമ്പേ പാടാൻ എന്നാന്ന് വെച്ചാൽ ആ പാട്ട് നിങ്ങൾക്ക് വലിയ തിട്ടമില്ലായിരുന്നു. ഇപ്പം പാടിയത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാവുന്നതാണ്. ആദ്യം നിങ്ങൾ എന്നെ ഒന്ന് ഒതുക്കാനാ പാടാതിരുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ വീണ്ടും പാടിയപ്പം എനിക്ക് സന്തോഷമുണ്ട്, അതുകൊണ്ട് അഭിനന്ദിക്കുന്നു. ഇനിയും അങ്ങനെ കോഴ്സ് ഇറക്കരുത്. സ്തോത്രം. നമുക്ക് ഒന്നിച്ച് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. പുസ്തകത്തിൽ അങ്ങനെ നാ ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തുക. അപ്പൊ ഒരു കാലത്ത് ഞാനും നിങ്ങളും ദൈവത്തെ അറിയാതെ ജീവിച്ചവരാ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമകളായി. അങ്ങനല്ലയോ സഹോദരി വായിച്ചേ? അല്ല, സ്വഭാവത്താൽ ഒത്തിരി സ്ഥലത്ത് നമ്മളെ അടിമ വെച്ചതാ. അടിമ, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ. അപ്പോൾ സ്വഭാവം കൊണ്ട് ചിലർ ദൈവമല്ല. ഈയിടെ ദൈവം വാക്സിൻ എടുത്തെന്നാ കേൾക്കുന്നത്. അപ്പം ദൈവം വാക്സിൻ എടുത്തു, 2 ഡോസ് എടുത്തോന്ന് അറിയത്തില്ല. ദൈവം വാക്സിൻ എടുത്തെന്ന്. അപ്പം ദൈവത്തിന് മനസ്സിലായി കോവിഡ് എങ്ങാനും വന്ന വാക്സിൻ എടുക്കുന്ന എന്തിനാ വെച്ചാൽ കോവിഡ് വരാതിരിക്കാനല്ല, പ്രതിരോധ ശക്തി കൂട്ടാനാ. അപ്പം ദൈവത്തിന് യാതൊരു പ്രതിരോധ ശക്തി ദൈവമല്ലെന്ന് തെളിഞ്ഞല്ലോ. മിണ്ടുകയല്ല, ദൈവമല്ലെന്ന് തെളിഞ്ഞില്ലേ? പണ്ട് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി EK നയനാർ അവറുകൾ പറഞ്ഞ ഒരു പദം ഞാൻ കടമെടുക്കുക. ദൈവത്തിന് എന്തിനാടാ പാറാവുകാരൻ? പത്രത്തിൽ നമ്മൾ വായിച്ചല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവം വാക്സിൻ എടുത്തു. ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു പരിഭാഷക്കാരനുണ്ട്. കാരണം ദൈവത്തിന് ഇംഗ്ലീഷ് വലിയ വശമില്ല. ഇതൊക്കെ ദൈവമല്ലെന്ന് തെളിയിക്കുക. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവജ്ഞനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്, സർവത്തെയും സൃഷ്ടിച്ച ദൈവമാണ്, സർവത്തെയും ഭരിക്കുന്ന ദൈവമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അടുത്ത കാലത്ത് കിളിച്ചു മുളച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ്. എനിക്ക് ആ ഭാഗം എല്ലായിടത്തും എപ്പോഴും അങ്ങ് ചൊല്ലുന്നത് ഇഷ്ടമാണ്. ഞാൻ ഇവിടെയും ചൊല്ലാൻ പോവാണ്. സാറ് കൊടുത്ത പ്രയോഗമാണ്. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. ദൈവത്തെ പറ്റിയാ. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ,
സകല നിഷ്കലത്വം പേറും പെരിയവൻ, ആഗമകാരന്മാരിലാതമൻ മോദതും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോര പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചിതല്ലോ. ഈ ലോകി യഥായി അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവയാകെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമമീശനാൽ പ്രകക്ഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്ങിനും വർത്തിക്കിലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. മുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലാകിൽ അതീശനെ മാനുഷരർ എന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. അതങ്ങ് മൊത്തം ചൊല്ലിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങൾ ചിലർ പറയും പുള്ളി ഹിന്ദുമാർഗത്തിൽ നിന്ന് വന്നതിൻ്റെ ബന്ധനങ്ങളായി കാണുന്ന മുഴുവൻ. അതാണ് ഈ മൃദംഗം കൊണ്ടുവന്നതും ഈ ഹാർമോണിയം കൊണ്ടുവന്നതും ഈ ചൊല്ലും ചൊല്ലുത്തുമല്ല അതിൻ്റെ ബന്ധനങ്ങളാണ്. അത് കുറച്ചുകൂടെ അഴിയാനുണ്ട്. നീ അവിടെ ചിലറക്കരുത്. അവിടെ നിന്ന് ഓത്രം പറഞ്ഞ് ആത്മാവി നിറഞ്ഞോണം. ഇത് ബന്ധനവും പോരാട്ടമല്ല. നമുക്ക് ചിലർക്ക് വിവരമില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. വിവരമുള്ളവർക്ക് മനസ്സിലാകും ഞാൻ ചൊല്ലി വെച്ചത്. വിവരമുള്ള ആളാണ് ഇത് എഴുതിയത്. മഹാകവി KV സൈമൺ. 10-18 ഭാഷ നന്നായിട്ട് അറിയാം. എന്നല്ലാതെ വിവരക്കേട് പിടിച്ച ആളല്ല. ദൈവത്തെപ്പറ്റിയാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ കേരളത്തിൽ അദ്ദേഹം ജനിച്ചത് കൊണ്ട് അതിൻ്റെ ആ രീതികളിൽ കുറച്ച് പേർ കൂടെ മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അക്കാലത്തുണ്ട്. ഇപ്പോഴല്ലയോ മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാൻ മേലാത്തവർ അല്ലേ. ഹല്ലേലൂയ അങ്ങനെ നമ്മൾ ഹല്ലേലൂയ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാൻ മേൽ. സ്തോത്രം പറയല സ്തോത്രം നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. അതാരുടെയും കുഴപ്പമില്ല. ശീലിച്ചു പോയി. പണ്ട് ഒരു തമിഴ് സഹോദരൻ പറഞ്ഞ് ശീലിച്ചു പോയി സാറേ സെറിപ്പെടുകയില്ല. അതാ. അപ്പൊ അറിവുള്ളവർക്കറിയാം സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ഈ കാണുന്ന സകല ലോകങ്ങളെ ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത് ഈ രേറ്റ് 14 ലോകമുണ്ടെന്നാണ്. എത്ര പേര് വായിക്കോട്ടെ. ഞാൻ പറഞ്ഞൊരു ഉടക്കൊന്നും വേണ്ട. 14, 20, 28 ആയിക്കോട്ടെ. എത്രയുണ്ടേലും കൊള്ളാം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. യേശു. വെളിപ്പാട് 4:11 വായിച്ചേ പെട്ടെന്ന്. ഒത്തിരി വാക്യങ്ങളുണ്ട്. ഇപ്പൊ തെളിവിനൊന്ന് മതിയല്ലോ. 4:11. കർത്താവിനെ സങ്കടത്തോടെ പറയുന്നത് നന്നായിട്ട് അങ്ങോട്ട് വായിച്ചേ. കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ അവിടുന്ന് മാത്രം യോഗ്യൻ. യേശുക്രിസ്തു മാത്രമാണ് യോഗ്യൻ. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ, അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യൻ, അവിടുന്ന് മഹത്വത്തിന് യോഗ്യൻ, അവിടുന്ന് പുകഴ്ചയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് യോഗ്യൻ. വേറെ ആരും യോഗ്യരല്ല. ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശുക്രിസ്തുവാ. ഈ കാണുന്ന മുഴുവനുമേ 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രം ആകമാന് സൂക്ഷ്മമായ 60 കോടി അന്നെണ്ണിയപ്പം. പിന്നെ കണ്ടുപിടിക്കുക. ഭൂഗോളം ഇതിന് വ്യാസം സഹസ്രാഷ്ടകം മൈൽ ആകവേ 28,000 പരിഗണാഹം. ചന്ദ്രൻ എത്ര ലക്ഷം മൈൽ അകലത്തിലെന്നാ. 9 കോടിയോടും 30 ലക്ഷം മൈൽ അകരുമാർ അമ്പരത്തിലാണ് അസ്കരൻ. ജ്വാലമാലയാളങ്ങളും സമൃദ്ധമായുള്ളൊരു ഗോളമാം. ഇതിൽ നിന്ന് വായുന്ന തിക്കമമായ ശിഖാസ്ത്രങ്ങൾ മാലുണ്ടാം. ഇതിന് ചൂട് കേവലം ചിന്തിച്ചാൽ ഇത് ചിന്തിച്ച അസുഖം ഉണ്ടാകും. ഈ വാനഗോളങ്ങളെ വാരി അങ്ങ് വെതറിയിട്ടിരിക്കുക. നക്ഷത്രത്തെയല്ല കോടിക്കണക്കിനാ. ഒരു ഗാലക്സിക്കകത്ത് പറഞ്ഞ എത്ര എണ്ണമാ? കോടിക്കണക്കിനാന്ന്. അതാണ് എല്ലാം കൃത്യത്തിനാ. ഒന്നൊന്നിനെ കൂട്ടി മുട്ടുകോ ഒരു ഉടക്കുണ്ടാക്കുക. നമ്മുടെ സഭയിലാകെ 5 കുടുംബമുള്ള ആടിയുടെ 6 രണ്ടെണ്ണം പിണങ്ങിയും പോയി. ഇത് കോടി കോടി നക്ഷത്രങ്ങൾ വാരി അങ്ങ് വെതറി അതെല്ലാം കൃത്യത്തിൽ നിന്ന് കറങ്ങുക. സ്തോത്രം.
ഇതൊക്കെ നമ്മൾ ചിന്തിച്ച അസുഖം ഉണ്ടാകും. ഇപ്പം തന്നെ ഓൾറെഡി നമുക്കെല്ലാം അസുഖം ഉണ്ട്. അതായത് ഓത്തറൊന്നും പറയാതിരിക്കുന്നത്. ഇനിയിപ്പം അത് ചിന്തിച്ച് പുതിയ അസുഖം വേണ്ട, ഉള്ളത് മതി. പ്രൈസ് ദ ലോർഡ്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു നിത്യനായ ദൈവമാണ്. സർവത്തെയും സൃഷ്ടിച്ചവനാ, സർവത്തെയും ചമച്ചവനാണ്, പടച്ചവനാണ്. അവിടുത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അല്ല, സകല ലോകങ്ങൾക്കും ആദി കാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദൻ ഇവൻ. പഞ്ചഭൂതങ്ങളെ സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ആ 11-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് ആമൻ, ആ ദൈവ കുഞ്ഞാടിൻ്റെ മുമ്പിൽ, സർവശക്തിയുള്ളവൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് ആരാധിക്കുക. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, പട്ടിയെ ആരാധിക്കരുത്, പന്നിയെ ആരാധിക്കരുത്, പാറ്റയെ ആരാധിക്കരുത്, കൊച്ചിനെ ആരാധിക്കരുത്, കൊച്ചിനെ ആരാധിക്കരുത്, അച്ഛനെ ആരാധിക്കരുത്, അമ്മയെ ആരാധിക്കരുത്. അച്ഛനെ അമ്മയും ബഹുമാനിക്കണം, ആരാധിക്കരുത്. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രം. അതിലെ വിവരമുള്ള വിദ്വാൻമാര് ആ പൊന്നും മൂരും കൊണ്ടുവന്ന് പൊന്നും മൂരും കുന്തിരിക്കും കൂടെ എവിടാ കൊണ്ട് കാഴ്ച വെച്ചത്? ഉറക്കെ പറ. അമ്മ അടുത്ത് കിടപ്പുണ്ട്. അന്ന് അമ്മയ്ക്ക് ഒരു ഇച്ചിരി പൊന്നിരുന്നോട്ടെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ എഴുതിയേക്കുന്നേ? ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ട്, ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചെന്ന യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പൊന്ന് മൂര് കുന്തിരിക്കം അവിടുത്തെ തൃപ്പാനത്തിൽ കൊണ്ട് കാഴ്ചവെച്ച് അവിടുത്തെ ആരാധിച്ചു. ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ഒന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്ക കാഴ്ചവച്ചു. ഒന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന് മൂര് കുന്തിരിക്ക കാഴ്ചവച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീയെന്നു ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ. നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. രോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രചരോരയ്യായിരം ജനം 5 അപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ.
അപ്പൊ ശ്രദ്ധിക്കുക, ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, ഇഴജാതി ആരാധിക്കരുത്, പറവജാതി ആരാധിക്കരുത്, പക്കിയെ ഒന്നും ആരാധിക്കരുത്, കല്ലിനെ ആരാധിക്കരുത്, മണ്ണിനെ ആരാധിക്കരുത്, മരത്തെ ആരാധിക്കരുത്, ഒന്നിനെ ആരാധിക്കരുത്. മരമൊക്കെ നട്ട് വളർത്തിക്കോണം. ഇഷ്ടംപോലെ മരം വേണം, എന്നാലേ നമുക്കത് ഗുണമാകുള്ളൂ. ഉള്ള മരവും കൂടെ വെട്ടിക്കളഞ്ഞേച്ച് അവിടെ ചൂടും പിടിച്ചിരിക്കരുത്. മരം നല്ലതാണ്. മണ്ണ് മലയെല്ലാം കൂടി ഇടിച്ചെടുത്ത് അവസാനം നാശമൊപ്പിക്കുക ഒക്കെ അതിൻ്റെ പരുവത്തിന് എല്ലാം നമ്മൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനെയൊന്നും ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. അതല്ല, യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ കാര്യം അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അതന്നെ, വേറെ ആരും യോഗ്യരല്ലേ? വേറെ ആരും യോഗ്യരല്ല. അതന്നെ, യേശു ക്രിസ്തു മാത്രമാണ് യോഗ്യൻ. അതിനെ കാരണം അവിടുന്ന് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അതെല്ലാം തോറ്റ് തുന്നം പാടി ആകെ പരുവക്കേടി കിടക്കുക. സ്തോത്രം. അയ്യോ, ഞങ്ങളുടെ പുള്ളി ജയിച്ചായിരുന്നു. ആ പുള്ളി പല കാര്യത്തിലൊക്കെ ജയിച്ചതാ, ഒടിയോ പുള്ളി തോറ്റു. സകല എണ്ണവും മരണം വന്നപ്പോൾ തോറ്റു. എന്നാൽ മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അപ്പോൾ ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരായി ആരാധിക്കേണ്ടത്? ചുമ്മാ പോകുന്നവനെല്ലാം കയറി ആരാധിക്കരുത്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പാകം വിടാം, എല്ലാം പറയാൻ നേരമില്ല. എല്ലാവരും കയറി ആരാധിക്കരുത്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ഈ ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ 430 കൊല്ലം അടിമകളായിരുന്നു. ഈ 400 ചില്ലുവാനം കൊല്ലം അവർ അടിമകളായിട്ട് ജീവിച്ച 215 വർഷമാണ് ശക്തമായ പീഡ. ഈ കാലത്തൊന്നും അവർ ആരാധിച്ചതായിട്ടൊരു വാക്യമില്ല. എന്നാൽ ആഹാരം കഴിച്ചെന്ന് വാക്യമുണ്ട്. എന്തുവൊക്കെയാ കഴിച്ചെന്നും അതിൻ്റെ ലിസ്റ്റും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതും കാശ് മുടക്കിയൊന്നുമല്ല, വില കൂടാൻ അങ്ങനെ എഴുതിയേക്കുന്നത്. സൊളിവിൽ ഞങ്ങൾ വായിച്ച സംഖ്യാപുസ്തകം 11:4. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനിപ്പം കണ്ട് എഴുതിയാന്ന് തോന്നുന്നു. വായിച്ചേ, പിന്നെ പ്രീമിയർ ആയിരിക്കും. വായിച്ചോ 11:4. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ കാശ് മുടക്കി അന്ന് ഒന്നും ചെയ്യത്തില്ല. എല്ലാം സൊളിവില. ചിലരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയില്ല, സാഹചര്യം ഉള്ളവരും ചിലർ ഉണ്ടാക്കുകയില്ല, പക്ഷെ ഒറ്റ കല്യാണം വിടുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കല്യാണം വിളിക്കുന്നവർ പറയും, തങ്കച്ച നിങ്ങളെല്ലാവരും വരണേ, ഉടനെ ഓട്ടോ പിടിച്ചേച്ച് മുഴുവൻ എണ്ണവും കയറി പോവുക. അവരുടെ മാന്യതയ്ക്ക് അവർ പറഞ്ഞത് എല്ലാവരും വരണമെന്ന്. നടക്കാൻ മേലാത്ത തള്ളേനെയും സൈഡിൽ വെച്ച് 2 തലേനെയും കൂടെ ചാരി വെച്ച് തള്ളയിരിക്കുക. ഇപ്പം പിന്നെ അങ്ങനെ അധികം പോക്കൊന്നും ഇല്ല. ദൈവം കണ്ട് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കുറച്ച് നാളിരിക്കാൻ പറഞ്ഞ്. ഓരോരോ പരിപാടി ദൈവത്തിൻ്റെ. സ്തോത്രം. അപ്പം ശ്രദ്ധിച്ചേ, ഇവർ കടിച്ച ആഹാരം വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചീറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ അപ്പം ഇത് കാശ് മുടക്കാതെ കഴിച്ചു. അപ്പോൾ മിസ്രയീമിൽ ഇത്രയും കൊല്ലം പാർത്തിട്ട് ആരാധിച്ചെന്നൊരു വാക്യമല്ല, ആഹാരം കഴിച്ചെന്ന വാക്യമുണ്ട്. പിന്നെ ആരാധിച്ചത് എപ്പോഴാ? അതുകൂടെ പാകം പഠിക്കുമ്പോൾ അറിയാം. ആരാധനയ്ക്ക് ക്രമം വന്നത് ആബീബ് മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. അത് രക്ഷിക്കപ്പെട്ടതിനെ കാണിക്കുന്നതാണ്. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ യോഗ്യത 12-ാം അധ്യായത്തിലുണ്ട്. വായിച്ച പുറപ്പാട് 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. കോലാടോ ചെമ്മരിയാടോ ആകാം. പിന്നെ അപ്പൊ ആട്ടുകുട്ടികളുടെ യോഗ്യത ഊനമില്ലാത്തതാ. ഇത് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. എത്ര കോടതി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ലല്ലോ ക്രിസ്തുവിൽ.
പീലാത്തോസ് വിസ്തരിച്ചു കുറ്റമൊന്നും കണ്ടില്ല. ഹെരോദാവ് വിസ്തരിച്ചു കുറ്റമൊന്നുമില്ല. സന്നിധി സംഘങ്ങൾ നോക്കി ഒരു കുറ്റവും കണ്ടില്ല. വന്നവനെല്ലാം കുറ്റം നോക്കി ഒരു കുറ്റവും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് ഒത്തുവന്നില്ല. ഒടുവിൽ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തം പറഞ്ഞു, മിണ്ടായിരിക്കണ, പാപം ചെയ്തിട്ടാണ് ആ ക്രൂശെ കയറിയത്. ഈ നീതിമാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. സമശിക്ഷാവിധിയിലായിട്ട് നീ പഠിക്കുന്നില്ലയോ, മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അവന് ബോധമുണ്ടായിരുന്നു. ബോധമുള്ള ഉണ്ടാവും പറുദീസയിലെത്തി. ബോധമില്ലാത്തവൻ നാട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ തിരുമരണ സമയത്ത് ആകാശം മുഴുവൻ, ഇവിടെ എല്ലാം അന്തരീക്ഷം മുഴുവൻ കറുത്തു. ആകാശം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഭാഗമറിയാം. അവിടുത്തെ തിരുമരണം നടക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ടി കെ ശോമേൽ സാറ് പാടിയ ഒരു പാട്ടിന്റെ വരി ഇങ്ങനെ: പാറ പിളർന്നു പാരിളകന്നു പാവനമൃത്തുരുയിരാർന്നുക. പാറ പിളർന്നു പാരിളകന്നു പാവനമൃത്തുരുയിരാർന്നുക. കീറുകയായി തിരുശീലയും നന്മൃതി നേരം സൂര്യനിരുണ്ടുപോ. കീറുകയായി തിരുശീലയും തന്മൃതി നേരം സൂര്യനിരുണ്ടുപോ. ഭൂതലനാഥൻ തന്നുട മരണം കാണുക ദുർവകമായകോ. ഭൂതലനാഥൻ തന്നുട മരണം കാണുക ദുർവകമായ. ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകില ഇതത്ഭുതം. ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകില ഇതത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാ നിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ തിരുമരണ സമയത്ത് പാറ പിളർന്നു, പാരിളകി, ദൈവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തി. വഴി നടന്നു പോയവരും പറഞ്ഞു, വാസ്തവമായിട്ട് ഇവൻ നീതിമാനായിരുന്നു. പിലാത്തോസിന്റെ ഭാര്യയ്ക്ക് ദർശനവും വിവശതയും വന്നിട്ട് പറഞ്ഞ, നീതിമാന് വിരോധമായിട്ട് ദോഷമൊന്നും ഒപ്പിച്ചു വെച്ചേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഊനമില്ലാത്ത ആട്ടിൻകുട്ടി അത് യേശുക്രിസ്തുവാണ്. പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അവിടെ ഊനമില്ല, പാപമില്ല. പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അപ്പോൾ ആരാധിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. ഇത് രക്ഷിക്കപ്പെട്ടതിനെ കാണിക്കുന്നു. അപ്പൊ ആരാധിക്കേണ്ട, ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? അതായി പറഞ്ഞു വരുന്നത്. ഒന്ന്, ആരാധിക്കേണ്ടവരുടെ യോഗ്യത രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി, അല്ലാതെ പള്ളി വെച്ചത് കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് കോളിൽ പോയത് കൊണ്ടോ, പാസ്റ്റർമാർ വീട്ടിലുള്ളത് കൊണ്ടോ, ഞങ്ങളുടെ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ രക്ഷിക്കപ്പെടുകയില്ല. സഭാകോള് പണിയാൻ ചില കാശും കൊടുത്ത് മെറ്റിൽ ചുമ്മിയത് ഞാനാടാ, നല്ല കാര്യം, സ്വർഗത്തിൽ പോകുകയില്ല. മെറ്റിൽ ചുമ്മിയവരെല്ലാം കയറി വന്നാട്ടെ. അവിടെ അങ്ങനെയുള്ള വിളിയൊന്നുമില്ല. സ്തോത്രം പാൻ മേടിച്ചിട്ടത് കൊണ്ടോ, സ്വോത്രകാഴ്ച കൊടുത്തുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല. പാസയുടെ മകനായതുകൊണ്ടോ, വല്യപ്പച്ചൻ സെൻട്രൽ പാസ് ആയതുകൊണ്ടൊന്നും, വല്യപ്പച്ചൻ്റെ കാര്യം തന്നെ ഡൗട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. മനസ്സിലായോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പാപമേറ്റ് പറഞ്ഞ് ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കണം, രക്ഷിക്കപ്പെടണം. അതാ കുഞ്ഞാടിനെ അറുത്തത്. ആരാധിച്ചത് ആരാന്ന് ചോദിച്ചാൽ, ഒന്ന്, രക്ഷിക്കപ്പെട്ടു, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. 2, രക്ഷിക്കപ്പെട്ടവർ മിസ്രയീമിൽ നിന്നില്ല, മിസ്രയീം വിട്ടു.
ഇപ്പോഴും നീ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയല്ലയോ? ഇല്ലേ? അങ്ങനെയുള്ള നീ ആരാധിച്ചാൽ വേണേ കൈ കൊട്ടി തുള്ളുകയും ചാടുകയും ചെയ്യാം, പക്ഷെ അവിടുന്ന് അംഗീകരിക്കുകയില്ല. ഇവിടെ കിടന്ന് മേപ്പൊട്ടിക്കുമ്പോട്ടും ചാടാൻ വേണേ പൊത്തൊന്ന് വീഴും, അങ്ങനെ വീഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. റൈറ്റ് നൗ എന്ന് പറയുമ്പോൾ താണ്ടടക്കുന്ന തങ്ക വീഴുന്നതിന് അവൻ എന്നെ അവൻ വീഴ്ച അവൻ അവൻ്റെ പാട്ടിന് പോയി. കാരക്കരുത് അങ്ങനെയാണ് തറയെ കിടക്കുന്നത്. തങ്കയ്ക്കും പിള്ളേർക്കും പോയി. ഈ തിരുവനന്തപുരം സൈഡിൽ ഈ വ്യാപാരം ഉണ്ട്. റൈറ്റ് നൗ എന്നാടി ചുമ്മാ പെണ്ണുങ്ങളെല്ലാം തള്ളി താഴെ ഇടുന്നു. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, രക്ഷിക്കപ്പെട്ടവര് മിസ്രയീം വിട്ടു. മിസ്രയീം വിടണം. മിസ്രയീമിൽ നിന്ന് ആരാധിച്ച ആരാധന ശരിയാകുകയല്ല, അവിടുന്ന് അംഗീകരിക്കത്തുമില്ല. മിസ്രയീം വിട്ടു. മിസ്രയീം വിട്ടത് കൊണ്ട് മാത്രമായില്ല, അടുത്ത നടപടിക്രമമായി ചെങ്കടൽ കടന്നു. വാക്യങ്ങളൊക്കെ എടുത്ത് ചേർത്ത് കോർത്തിണക്കേണ്ടത്. ഇന്ന് കൃത്യം 9 മണിക്ക് ഞാൻ പ്രസംഗം നിർത്തും. 9 ബഹുമാനപ്പെട്ട അനിക്കുട്ടൻ പാസ്റ്റർ പറഞ്ഞത് കൃത്യം 9. ചിലർക്ക് എന്നെപ്പറ്റി ധാരണയുണ്ട്, അയാൾക്ക് സമയത്ത് നിർത്താനൊന്നും. അത് ഞാൻ ഇന്ന് കാണിക്കാം. നമ്മുടെ ആ ക്ലോക്ക് കറക്റ്റ് അല്ലേ? അപ്പം ഞാൻ ഇപ്പം ഇന്ന് തെളിയിച്ച് തരാം. നാളെ ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ ഏരിയയിലുണ്ടല്ലോ. അപ്പം ഇച്ചിരി നേരത്തെ നമുക്കൊന്ന് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഏറെ സമയം വചനം എന്താ ഇന്നെപ്പോഴാണ് തുടങ്ങിയേ? 7 മണിക്ക് തുടങ്ങി. അപ്പം നാളെ നമുക്ക് നിങ്ങളോട് അനുവദിക്കാൻ ഒരു 6 മണിക്ക് തുടങ്ങിയാലോ? എന്നാ അല്ല, നിങ്ങൾ വരുമോ? അത് കേൾക്കട്ടെ. ഞങ്ങളെല്ലാണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കാര്യമായില്ലല്ലോ. നമുക്ക് നാളെ ഒരു 6 മണിക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങിയിട്ട് ദൈവം അനുവദിക്കാവുന്ന ഒരു 6:45 സമയം തരാമോ? അപ്പം 7:45, 8:45, ഒരു 9 നിർത്താം. അപ്പോൾ എനിക്കൊരു 2 മണിക്കൂർ കുറഞ്ഞത്. എനിക്ക് എൻ്റെ ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല, എനിക്ക് പാടിയാ പ്രസംഗിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ പാട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഈ വലിയ പ്രസംഗമില്ലെങ്കിൽ ഈ പാട്ട്, എനിക്ക് ഈ പാട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ നിന്ന് പോകുന്നത്. പിന്നെ ഈ പ്രസംഗിച്ചേക്കാതെ വരുമ്പോൾ അവിടോട്ട് അങ്ങ് പാടി വെക്കും. അപ്പോൾ അത് ഏറ്റവും അങ്ങനെ നമ്മുടെ പരിപാടി അതാണ്. അപ്പം അത് ഇച്ചിരി സമയം വേണം. അപ്പം നാളെ നമുക്ക് ഇച്ചിരി കൂടി ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് മഹത്വം. അപ്പം ശ്രദ്ധിക്കുക, രക്ഷിക്കപ്പെട്ടവർ മിസ്രയീമിൽ നിന്നില്ല, അവർ മിസ്രയീം വിട്ടു. മിസ്രയീം വിട്ട് മുൻപോട്ട് യാത്ര ചെയ്ത് ചെങ്കടൽ കടന്നു. അത് സ്നാനമാണ്. അപ്പൊ ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? 1 രക്ഷിക്കപ്പെട്ട്, 2 മിസ്രയീം വിട്ട്, 3 ചെങ്കടൽ കടന്നു. സ്നാനം. ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ മോശയും ഇസ്രായേൽ മക്കളെല്ലാം കൂടെ പാട്ട് പാടാൻ തുടങ്ങി. വായിച്ചേ 15:1 മുതൽ. അന്ന് എന്നാ ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ, സ്നാനപ്പെട്ട അക്കരെ കയറിയപ്പോൾ അന്ന് മോശയും ഇസ്രായേൽ മക്കളും യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അപ്പൊ ശ്രദ്ധിച്ചേ, അക്കരെ കയറിയപ്പോ ആരാധന തുടങ്ങുക. പാട്ടുമാരാധന വിവരിക്കുന്നില്ല വാക്യങ്ങൾ. അങ്ങനെ പുറപ്പാട് പുസ്തകം 15:1 മുതൽ പുറപ്പാട് 15:19 വരെ സഹോദരന്മാര് ലീഡ് ചെയ്തു. അതാണ് നല്ലത്. ആരാധന അങ്ങോട്ട് ലീഡ് ചെയ്തു. 15:1 മുതൽ 19 വരെ അങ്ങനല്ലേ വായിച്ച സഹോദരി? 15:1 മുതൽ 19 വരെ ആ സഹോദരന്മാരുടെ ലീഡ് ചെയ്തത്. 15 ഇത് പ്രീമിയർ ആണെന്നാലും കുഴപ്പമില്ല. 15:1 മുതൽ വായിച്ചു. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി. അപ്പോൾ ലീഡിങ് മോശയാ, പുരുഷൻ ലീഡ് ചെയ്തു. ആരാധനയാ ലീഡ് ചെയ്തു. അത് ലീഡ് ചെയ്തു. 19ാമത്തെ വാക്യം വരെ അവരുടെ ലീഡിങ്ങാ. 20ാം വാക്യം വന്നപ്പോൾ അമ്മാമയ്ക്ക് ഉണർവുണ്ടായി. 20 അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകൾ. അപ്പൊ 20ാം വാക്യത്തിൽ അമ്മാമ പാടിയത്. മിക്ക സഭയിലും ആദ്യം 1 മുതൽ 15-19 വരെ അമ്മാമ്മയാ. പിന്നെ അച്ചായനാണ് 20-1
എന്തിനാടാ ഇങ്ങനെ നടക്കുന്നത് ചുമ്മാ? സ്തോത്രം. 15:1 മുതൽ 19 വരെ സഹോദരന്മാർ ലീഡിങ് ചെയ്തു. സഹോദരിമാരും ആവശ്യമായ യോഗത്തിന്. നിങ്ങളില്ലെങ്കിൽ യോഗമല്ല. ഇവിടെ ഇപ്പോഴാണെങ്കിലും വായിച്ചു തന്നാൽ നിങ്ങൾ അമ്മ അടുത്തിരിപ്പോണ്ടെന്നാലും സഹോദരി അല്ലയോ വേണ്ടിയിരിക്കുന്നു. നിങ്ങൾ യോഗത്തിന് വേണം. ഒരു ഗ്ലോറി പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞെങ്കിൽ ഏക്കൂ. ഇതുങ്ങളെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നല്ലാതെ എന്നാലും നാളെ വരണേ. പിന്നെ യോഗത്തിന് നിങ്ങൾ വേണം. സ്തോത്രം. മോശയോട് പറഞ്ഞില്ലേ നിങ്ങൾ പുരുഷന്മാരെല്ലാം പോയി ആരാധിച്ചേച്ച്? അന്നേരം മോശ പറഞ്ഞു, അയ്യോ അത് ഒരിക്കലും സാധ്യമല്ല, ഞങ്ങളുടെ സ്ത്രീകളില്ലാതെ ഞങ്ങളുടെ ഒരു യോഗത്തിന്. അങ്ങനല്ലേ വായിച്ചത്? പറ. അങ്ങനെ തന്നെ പുസ്തകത്തിൽ അങ്ങനല്ലേ? പിന്നെ സ്ത്രീ വേണം. ഒരു വീടായാലൊരു അമ്മ, ഒരു സഹോദരി, ഭാര്യ വേണം. നാട്ടിലും വേണം. സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യതയുള്ളതാ. നിങ്ങളില്ലെങ്കിൽ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആരാധനാഭിഷേകത്തിൽ വരുമ്പം അമ്മാമ്മ കയറി ലീഡ് ചെയ്യരുത്. അതാ ഇത്. പെങ്കൊച്ചുങ്ങളാ കയറി പഠിച്ച് ലീഡ് ചെയ്ത് അപ്പന്മാരെല്ലായിരുന്നു അവൾ ഉള്ളത് കണ്ടോണ്ട് ഏനാട ചുമ്മാ. സ്തോത്രം. പുറപ്പാട് 15:1 മുതൽ 19 വരെ സഹോദരന്മാർ പാട്ട് പാടി. 20-ാമത്തെ വാക്യം വന്നപ്പോൾ അമ്മാമ അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കൈകൾ തപ്പെടുത്തു. സ്ത്രീകളെല്ലാം കൂടെ തപ്പുകളുടെ നൃത്തത്തോടും കൂടെ അവളുടെ പിന്നാലെ ചെന്ന്. ചുരുക്കി പറഞ്ഞാൽ പുറപ്പാട് 15:1 മുതൽ പുറപ്പാട് 15:21 വരെ സഹോദരിമാര് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. എപ്പോഴാ ആരാധിച്ചു എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ട് മറകര കയറിയപ്പോൾ. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ട് മിസ്രയീം വിട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയവർ വേണം ദൈവത്തെ ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ.